വാ 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 കൊടുക്കൽ കൊടുക്കൽ വാ 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 ഔട്ട് ഔട്ട് 1 2 3 കട്ട്. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് നമ്മുടെ നാട്ടുകാരനായ പാച്ചുവിനെ പറ്റി. അതായത് പാച്ചുവിനെ കുറിച്ച് ഇവിടെ നാട്ടുകാർക്ക് പ്രദേശവാസികൾക്കും എല്ലാവർക്കും അറിയാം, അറിയാത്തവരായിട്ട് ആരുമില്ല. അതായത് നമ്മുടെ പാച്ചുവിൻ്റെ പ്രാവ് പല വർഗത്തിൽപ്പെട്ട പ്രാവുകളെ വളർത്തി അതിന് പലവിധ പരിശീലനങ്ങൾ കൊടുത്ത് മറ്റുള്ളവർക്ക് അത് കൈമാറ്റം ചെയ്യുകയും പോരാതെ മറ്റ് ടൂർണമെൻറ്റുകളിൽ ഈ പ്രാവ് വളർത്തുന്ന അതുപോലുള്ള ടൂർണമെൻറ്റുകളിൽ ഈ പ്രാവിനെയൊക്കെ പങ്കെടുപ്പിച്ച് പലവിധ പ്രൈസുകളൊക്കെ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ പാച്ചു. പാച്ചുവിൻ്റെ ഞങ്ങൾ നാട്ടുകാർ വിളിക്കുന്ന പേരാണ് പാച്ചു. അവൻ്റെ പേര് അവൻ തന്നെ പറയൂ. അപ്പോൾ അവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവൻ്റെ പ്രാവ് വളർത്തലും അതുപോലെ ഈ പ്രാവ് മാത്രമല്ല മറ്റ് പക്ഷി മൃഗാദികളോടൊക്കെ ഇവൻ കൂടുതൽ അടുപ്പാണ്. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഒരു പരുന്ത് ഇതിലൂടെ പറന്നു പോകുമ്പോൾ പാച്ചുവിനെ കണ്ടാൽ ഏതെങ്കിലും അടുത്തൊരു തെങ്ങോ മരം ഉണ്ടെങ്കിൽ ആ പരുന്ത് വന്നിട്ട് ആ തെങ്ങിൽ നിന്നിട്ട് പാച്ചുവിനെ നോക്കിയിട്ട് പോകും. അങ്ങനെ ഒരു ബന്ധം ഈ പാച്ചുവും പക്ഷി മൃഗാദികളായിട്ട് പാച്ചുവിനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും തരിക. ഓക്കെ, അപ്പോൾ നമുക്ക് പാച്ചുവിനെ വിളിച്ചിട്ട് അവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ പാച്ചുവിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ശരിയായ പേരൊക്കെ ചോദിക്കാം. പാച്ചു എന്നാ വന്നോ. അപ്പോൾ പാച്ചു, നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ശരിയായ പേര് എവിടെ പഠിക്കുന്നതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എൻ്റെ പേര് ശരിക്കുള്ള ഒരു സുഹൃത്ത്. എൻ്റെ സ്ഥലം വരുന്നത് കല്ലാച്ചി വിഷ്ണുമംഗലാണ്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സ്കൂള് പയന്തോങ്ങാണ്. ഞാൻ ചെറിയടുത്ത് എനിക്ക് മൃഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തോന്നിയതാണ് പറവപ്രാവിനെ പോയിട്ട് ടൂർണമെൻറ്റിനൊക്കെ വിടാന്നുള്ളത്. അങ്ങനെ വിടാൻ തുടങ്ങിയതാണ് ഞാൻ. ചെറിയടുത്ത് നമുക്ക് മൃഗങ്ങളൊക്കെ ഭയങ്കര താല്പര്യമാണ് പോറ്റാനൊക്കെ. എനിക്ക് പുരക്കാരൊന്നും അധികം സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്കൊരാഗ്രഹം തോന്നിയപ്പോൾ പോറ്റിയതാണ് നമ്മൾ പറവപ്രാവിനെ വാങ്ങിയത്. ഫസ്റ്റ് വാങ്ങിയപ്പോഴൊന്നും നമുക്ക് തിരിവില്ലായിരുന്നു. പിന്നെ തൊട്ടിട്ടാണ് നമ്മൾ പറവപ്രാവിനെ ട്രെയിനിങ്ങൊക്കെ ചെയ്ത് ഒരു ടൈമിൽ കയറ്റി പ്രാവിനെ ടൂർണമെൻറ്റിനൊക്കെ വിടാൻ തുടങ്ങി. ടൂർണമെൻറ്റിന് വിട്ട് പ്രാവിനുള്ള ടൈമിലൊക്കെ കയറ്റി. ഇനിയിപ്പോൾ ഈ വരുന്ന ഏപ്രിൽ 25-ന് ടൂർണമെൻ്റ് ഉണ്ട്. അതിനേക്കുള്ള ട്രെയിനിങ് ഒക്കെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ചെയ്യുന്ന പ്രാവിനൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഇത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാച്ചുവിന് എന്ന് മുതലാണ് ഈ ഒരു മൃഗങ്ങളോടും മറ്റ് ഇങ്ങനത്തെ ഇതുപോലെ പ്രാവുകളോടൊക്കെ സ്നേഹം തുടങ്ങിയത്, ഒരു ആകർഷണം തോന്നിയത് എപ്പോഴാന്നുള്ളതെന്ന് പറയാം. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഇവിടെ അടുത്ത് തന്നെ ഇങ്ങനെ തന്നെ പറവപ്രാവിനെ പറ്റുന്ന ഒരു ഏട്ടനുണ്ട്. 2 ഏട്ടന്മാർ, ഷാരു യാശോട്ടൻ. ഓലാണ് എനിക്ക് പറവപ്രാവിനൊക്കെ തന്നത്. ഓരാണ് എല്ലാത്തിനും എൻ്റെ ഒരു കൂട്ടി നിൽക്കുന്നത്. എല്ലാ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അവരാണ് പറഞ്ഞു തരുന്നത്. പിന്നെ അവർ നമുക്ക് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു തന്നാൽ അതുപോലെ തന്നെ നമ്മളിവിടെ നിന്ന് ചെയ്യല. പിന്നെ അന്നേരം അവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് പറവേനെ പോറ്റേണ്ട താല്പര്യം വന്നത്. അന്നേരമാണ് ഞാൻ പറവേനെ പോറ്റാൻ തുടങ്ങിയത്. അന്നേരം തൊട്ട് 7ാം ക്ലാസ് തൊട്ടിട്ട് ഇപ്പോൾ 8ാം ക്ലാസ് വരെ ഞാൻ പറവേനെ തുടങ്ങി. 1 കൊല്ലമായി. അപ്പോൾ പാച്ചു, നമ്മളെ നാട്ടുകാർക്കെല്ലാം അറിയാം, എനിക്ക് ഈ പ്രാവിനോട് മാത്രമല്ല മറ്റ് മൃഗങ്ങളോടും കൂടുതലായിട്ട് കുറച്ച് ആകർഷണവും അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും എന്ന് മുതൽ അങ്ങനെ വന്നതെന്നൊക്കെ ഒന്ന് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. അത് നമ്മൾ ചെറിയടുത്ത് നമ്മൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയായിരുന്നു. അവിടുന്ന് ഒരു ആട്ടുംകുട്ടീനെ എനിക്ക് ഇഷ്ടപ്പെട്ട് കരഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അവിടുന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ വാങ്ങി. അതിനെ ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ മറ്റേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നിബിളിൻ്റെ അകത്താണ് ആൾ പാൽ കൊടുത്ത് അതിനെ വലുതാക്കി. അന്നേരം തൊട്ടാണ് എനിക്ക് ഈ ആടിൻ്റെ ഓടിയും പ്രാവിൻ്റെ ഓടിയും പശുവിൻ്റെ ഓടിയും എല്ലാ മൃഗങ്ങളോടെയും സ്നേഹം
വന്നത്. അന്നേരം തൊട്ട് എല്ലാവരുടെയും ഞാൻ പോവും, പശുവിനൊക്കെ സഹായിച്ച് കെട്ടിക്കൊടുക്കും, അത് നേർക്കായി കൊടുക്കും. നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ കുറേ പശുവുള്ളവരുണ്ട്. അവിടെയൊക്കെ ചില സമയത്ത് ആൾക്കാരൊന്നും ഇല്ലാത്ത സമയത്ത് ഞാനാണ് നോക്കാറൊക്കെ ഉള്ളത്. എന്നെ ഏൽപ്പിക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഞാൻ നോക്കലുണ്ട്. അധികമൊന്നും നമ്മൾ പ്രാവിൻ്റെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻറ്റ്. പശുക്കൾ മാത്രമൊന്നുമല്ല, നമുക്ക് നായ്ക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചില സമയത്തൊക്കെ ചില നായ്ക്കൾ ഒരു പുരയിലൊക്കെ കണ്ട ഒരു വിഷമത്തോടെയാണ് അതിൻ്റെ മുഖമൊക്കെ കാണുന്നത്. അന്നേരം ഞാൻ നടക്കേരി ജസ്റ്റ് ഒന്ന് ഒരു ഉഴിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. എനിക്ക് നായ്ക്കളെയും കുറച്ച് ഇഷ്ടമാണ്. അങ്ങനെ ആയതുകൊണ്ട് നമ്മളെ നായിനൊക്കെ നോക്കും. പിന്നെ ഇവിടുത്തെ കുറേ ഇടവളക്കാരുണ്ട്. പണ്ട് ഞാൻ ഇവിടെ ചെറിയടുത്ത് പശുവിനൊക്കെ നോക്കുന്ന സമയത്ത് പശു ഒരു ദിവസം കെട്ട് കഴിഞ്ഞ് പോയി. അപ്പോൾ അത് അങ്ങ് കുറച്ച് ദൂരെ എത്തിയപ്പോൾ ഞാൻ അതിനെ പോയി പിടിച്ച്. അന്നേരം ഈ പശുവിൻ്റെ ഓണർ കണ്ട്. അപ്പോൾ ഓലെന്നെ കൊണ്ട് പറഞ്ഞ് ഞാനാ ഇങ്ങനെ പശുവിനെ കടിച്ച് കൊണ്ടുപോയി കട്ടുകൊണ്ട് പോകാൻ നോക്കി. അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് കുറേ ആൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓലോട് ഒറ്റ കാര്യം അറിയുള്ളൂ, നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ സ്നേഹം കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് നമ്മൾ കട്ടുകൊണ്ട് പോകാൻ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. സ്നേഹം കൊണ്ട് മാത്രമേ നമ്മളിങ്ങനെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചു കൊണ്ടുപോകും. അതിൽ ചെറിയടുത്തുള്ള കുട്ടികൾ അങ്ങനെ തന്നെ ആയിക്കൊണ്ടുണ്ടാവുക. അങ്ങനെ തന്നെയാണ് എനിക്കൊരു മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമായതിനെ തൊട്ടാണ് ഇങ്ങനെ ഒക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ അങ്ങനെ പശുവിൻ്റെ അടുത്ത് നായ്ക്കൾക്കൊന്നും പോകില്ല. ഇപ്പോൾ ഞാൻ പ്രാവിൻ്റെ അടുത്ത് തന്നെയാണ് ഫുൾ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ പ്രാവിലെ ട്രെയിനിങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കലാണ്. പൊട്ടാ കൊണ്ടുവന്നോളാം. ഓക്കെ വാച്ചു, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞ പ്രാവാണല്ലോ എൻ്റെ അടുത്ത് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതിനെ നിങ്ങൾ എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നതും അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നമ്മളെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഏട്ടന്മാരുടെ അടുത്താണ് നമ്മൾ പ്രാവിനെ എടുക്കാറില്ല. നമ്മൾ ഈ വടകര എന്നാണ് നമ്മൾ കൂടുതലും പറപ്രാവിനെ എടുക്കുന്നത്. നമ്മളിപ്പോൾ വടകര പണിക്കോട്ടി എന്ന് പറയുന്ന ആൾ പറവര കുട്ടികളൊക്കെ ഇറക്കുന്നത്. ആ കുട്ടികളിറക്കി നമ്മൾ ആടുന്ന കുട്ടികളെ കൊണ്ടുവന്ന് ഒരാഴ്ചയൊക്കെ പിന്നിട്ടിട്ടും അതിനൊന്ന് ഇവിടെയൊക്കെ ഇണങ്ങിയതിന് ശേഷം നമ്മൾ അതിനൊക്കെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാവിനോട് എത്തിച്ച് നല്ല ട്രെയിനിങ് ഒക്കെ ചെയ്ത് നല്ല ടൂർണമെൻറ്റിനൊക്കെയുള്ള ടൈം ആയിട്ടാണ് ഇട്ടിട്ടുള്ള പണി. പിന്നെ നമ്മൾ അതിൻ്റെ ടൈം ആയിട്ടുള്ള ഇത് നമ്മൾ അന്നേരമാണ് ചെയ്യുക. അപ്പോൾ പാച്ചു ഏത് വിധത്തിലാണ് ഈ പ്രാവുകൾക്ക് പിന്നെ പരിശീലനം കൊടുക്കുന്നത് എന്നുള്ള ഒന്ന് പറയുമോ? നമ്മൾ ഇവിടെ പ്രാവിന് ട്രെയിനിങ് കൊടുക്കുക വെച്ചാൽ നമ്മൾ ഒരു പ്രാവിനെ നമ്മൾ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചാൽ ഈ 2 കുട്ടികളാണ് മാക്സിമം എടുക്കുന്നുണ്ടെങ്കിൽ 2 കുട്ടികളെടുത്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ 2025 ഒരു പറവ ടൂർണമെൻറ്റ് വരുന്നുണ്ട്. ആ പറവ 2020 ടൂർണമെൻറ്റാണ്. 10 മണിച്ചാട്ടാണ്. ഇങ്ങനെ 10 മണിച്ചാട്ടം പിന്നെ 12 മണിച്ചാട്ടം അങ്ങനെയൊക്കെ കുറേ പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ 10 മണിച്ചാട്ടത്തിലേക്കാണ് പ്രാവിനെ ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ട്രെയിനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ഇതൊക്കെ ഇണക്കി കൊണ്ടുവന്ന് പ്രാവിനെ നമ്മൾ ഫസ്റ്റ് ദിവസം ട്രെയിനിങ് കൊടുക്കുന്ന ഫസ്റ്റ് ദിവസം നമ്മൾ ഒരു 5 മണിക്ക് പ്രാവിനെ പറപ്പിക്കും. എന്നിട്ട് രാത്രി 7:30 പ്രാവിനെ മുട്ടിച്ച് നമ്മൾ ഇരിപ്പിക്കും. ഇവിടെ നമ്മൾ 5 മണിക്ക് പറപ്പിച്ചിട്ട് നമ്മൾ 7:30 ഇരിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 4:30 വിടും. പിന്നെ 7:30 ഇരിപ്പിക്കും. പിന്നെ 4 മണിക്ക് വിടും. പിന്നെ 7:30 ഇരിപ്പിക്കും. അങ്ങനെ വേക്കോട്ട് നമ്മൾ ടൈം കയറ്റി 10 മണിക്ക് രാവിലെ ആയാൽ പിന്നെ അങ്ങനെ ടൈമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം നാളെയാണ് ടൂർണമെൻറ്റെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ 10 മണിയൊക്കെ എടുത്തിട്ട് നമ്മൾ പ്രാവിനെ ചാടും രാവിലെ. വൈകുന്നേരം 7 മണിയിൽ ഇരിപ്പിച്ച് പിറ്റേന്ന് നല്ല തീറ്റയൊക്കെ കൊടുത്ത് റെസ്റ്റൊക്കെ കൊടുത്ത് പിറ്റേന്ന് രാവിലെ നമ്മൾ പ്രാവിനെ പറപ്പിക്കും. അധികം തീറ്റ ഒന്നും കൊടുക്കില്ല. തീറ്റ കൊടുത്ത പ്രാവിന് അധികം പറക്കാനൊന്നും പറ്റില്ല. കനം കൊണ്ട് പ്രാവിന് ഇരുന്ന് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തീറ്റ ഒന്നും കൊടുക്കാണ്ട് മുത്താരയെല്ലാം കുറച്ച് മുത്താര ഊതി കൊടുക്കുക, വെള്ളം മാത്രം കൊടുത്തിട്ട് നമ്മൾ വിടുള്ളൂ. അപ്പോൾ ഈ പ്രാവിന് മെയിനായിട്ടുള്ള തീറ്റ എന്താണ് കൊടുക്കുന്നതെന്ന് പറയാം. തീറ്റ നമ്മൾ ചോളം, ബാജറ, മുത്താരി, പിന്നെ പയറ്, പിന്നെ മറ്റേ നമ്മളെ കടല, പിന്നെ ഫിനിഷർ, പിന്നെ നമ്മളെ ബ്രൂവലൊക്കെ കോയിനൊക്കെ കൊടുക്കുന്ന തീറ്റ അതൊക്കെയാണ് നമ്മൾ ഇവിടെ പ്രാവിന് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാത്തിനും ചെറിയത്തൊക്കെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെ സഹായിക്കുന്നവർ നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാത്തിനും സഹായം നിൽക്കുന്ന ആശീനെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ആശി. ഹായ് ആശി, എന്താ സുഖം തന്നെ അല്ലേ? എന്താ ഇവനെ പറ്റി പാച്ചുവിനെ പറ്റി 2 വാക്ക് നമ്മളെ കാണുന്ന ആൾക്കാരോട് പറയുന്നു. ഇവൻ എന്ന് വെച്ചാൽ പ്രാവിനെ വളർത്തി നല്ല ശീലമുള്ള ഒരുത്തനാണ്. ഇവൻ ടൂർണമെൻറ്റിന് മാത്രമേ പ്രാവിനെ വിടാറുള്ളൂ. ഇവൻ നല്ല പറവ പ്രാവിനെ മാത്രമേ എടുക്കാറുള്ളൂ.
ഇവൻ പറഞ്ഞ പോലെ തന്നെ ഇവൻ 7ാം ക്ലാസ്സിൽ നിന്ന് പ്രാവിനെ പോറ്റുന്നതാണ്. ഞാൻ ഇടയ്ക്ക് കാണലുണ്ട് താഴെ വീട്ടിൽ നിന്ന്. പിന്നെ ഇവൻ പറവ പ്രാവിനെയാണ് അധികവും പോറ്റൽ. ഇവൻ നാടൻ പ്രാവിനെ പോറ്റലേ ഇല്ല. എനിക്ക് ഇവൻ ഫ്രീ ആയിട്ട് കുറേ പ്രാവിനെ തരുന്നുണ്ടായിരുന്നു. അവൻ എന്നെ സഹായിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഞാനും തിരിച്ചവനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ആശി എന്ന് പറയുന്നത് നമ്മളെ മരുവൻ തന്നെയാണ്. ഇത് നമ്മളെ അയൽവാസിയും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെ. അപ്പോൾ പാച്ചി ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് ഏത് വിധത്തിലുള്ള പ്രാവുകളാണ് ഉള്ളതെന്നോ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മളെ കാണുന്ന ആൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രാവ് കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ കാര്യങ്ങളൊക്കെ കാണാം അല്ലേ? ആ, നമ്മളിനി നമ്മൾ കാര്യം എന്ന് വെച്ചാൽ പ്രാവിന് ഇപ്പോൾ 5 മണിക്ക് നമ്മൾ ടൂർണമെൻറ്റിനൊക്കെ ആയിട്ടുണ്ട്. ടൈം ഇപ്പം വിടും. പ്രാവിന് ചെയ്യേണ്ട തീറ്റവും വെള്ളമൊക്കെ കൊടുക്കുന്ന ഈ വീഡിയോയിലൊക്കെ ഇനി നമുക്ക് പോകാം. പിന്നെ പ്രാവിൻ്റെ കുറച്ച് വിഷ്വൽസും കാണാം. ഇതാണ് എൻ്റെ പ്രാവിൻ്റെ കൂട്. ഇതിനുള്ളിലാണ് നമ്മളെ പ്രാവിനൊക്കെ ഇട്ടിച്ച്. നമ്മൾ താൽക്കാലികമായിട്ട് നമുക്ക് അധികമൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ തക്കാളി പൊട്ടിക്കൊണ്ട് നിർമ്മിച്ച കൂടാണ്. നമ്മൾ 8 കള്ളി കൂടായി ആക്കിയതാണ് കൂട്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ കൂടാണിത്. ഇത് തൽക്കാലമായിട്ട് ഇപ്പം കൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഇത് ഉണ്ടാക്കി വെച്ചാണ്. എന്നാലും നമുക്ക് പ്രാവുകളൊക്കെ പരിചയപ്പെടാം. ഓക്കെ, തുറന്നോ. ഇത് നമ്മളിപ്പോൾ ഇവിടെ ടൈമായിട്ട് എന്ന ഒരു പ്രാവാണ്. ഇത് വരുന്നത് ഒരു സബ്ജപ്പുള്ളിയാണ്. സബ്ജപ്പുള്ളി എന്നാണ് അതിൻ്റെ വരിക. കണ്ണ് മുന്തിരി കണ്ണ്. പ്രാവിനെ നമ്മളിപ്പം ഇവിടെ ടൈമായിട്ട് കൊണ്ടുവരുന്ന പ്രാവാണ്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള തുണയുണ്ട്. തുണ ഇതാണ്. ഈ തുണയും ഈനിയും നമ്മളിപ്പോൾ സബ്ജപ്പുള്ളിനെയാണ് ഇപ്പം പറപ്പിക്കുന്നത്. ഈ കളർ വരുന്നത് കത്തങ്ങപ്പുള്ളിയാണ്. ഇവിടെയൊക്കെ കാപ്പി കളർ ഷെയ്ഡ് ഏരി, ഇവിടെയൊക്കെ ചെറുകിൻ്റെ അടുത്തൊക്കെ കാപ്പി കളർ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കത്തങ്ങപ്പുള്ളി എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ഇതാണ് അതിൻ്റെ കൂടെ വിടുന്നത്. പിന്നെ വരുന്ന പ്രാവെന്ന് വെച്ചാൽ നമ്മളിവിടെ ഡ്രൈവറാണ്. പിന്നെ നമ്മളിവിടെ ഡ്രൈവറാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കുട്ടികളൊക്കെ നമ്മൾ ട്രെയിനിങ് ചെയ്താൽ ഡ്രൈവറാക്കാൻ. ഇതിനിപ്പോൾ ചിറകും വാലൊക്കെ വലിച്ച് പുതിയ ചിറകും വാലൊക്കെ വരണ്ടിയിട്ട് നമ്മൾ മോൾട്ടിങ് സ്റ്റേജിലും കൂടി ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെയാണ് ഇപ്പോൾ പിന്നെ ഉള്ളത്. ഇതാണ് പിന്നെ വരുന്നത് നമ്മളെ നാഗർകോവിൽ ലൈനേജ്. നാഗർകോവിൽ നിന്ന് കൊണ്ടുവന്ന പറവാണിത്. വാല് കറുപ്പൻ എന്നും പറയും. ഇതും നല്ല പൊട്ട് തന്നെയാണ്. പിന്നെ ഇതിവിടെ 8 മണിക്കൂർ പറപ്പിച്ച് ഇപ്പം വെട്ടിയിട്ടാണ്. ഇനി അടുത്ത വരുന്ന സീസണിലേക്ക് ഇതിൻ്റെ ചിറക് വരുന്ന ടൂർണമെൻറ്റിന് പറപ്പിക്കേണ്ട പ്രാവാണ്. പിന്നെ നമ്മൾ വരുന്നത് നാടൻ്റെ ജോഡികളാണ്. നാടൻ എന്ന് വെച്ചാൽ ഡക്ക്. ഒരു നാടൻ പ്രാവുകളെ 2 ജോഡിയാണ്. അതിനെ നമുക്ക് അധികം പരിചയപ്പെടാം. സാധാ പ്രാവ് തന്നെയാണത്. പിന്നെ നമുക്ക് താഴെയുണ്ട് കുറച്ച് പ്രാവ്. അതിനെയും കൂടി നമുക്ക് പരിചയപ്പെടാം. ഇത് വേറെ കൂട്ടിലുള്ള പ്രാവാണ്. അപ്പോൾ പാച്ചു ഈ കൂട്ടിലുള്ള ഏത് പ്രാവല്ലാന്നൊന്ന് പരിചയപ്പെടുത്താം. ഇവിടെ വരുന്നത് കത്തങ്ങയാണ്. കത്തങ്ങ എവിടെയാണ് ഒന്ന് വരുന്നത്. ഇതാണ് കത്തങ്ങ. ഇത് ഇവിടെ നമ്മളിപ്പോൾ അങ്ങ് വടകരയിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതിൻ്റെ കുട്ടികളെ ഇറക്കിയിട്ട് ഇവിടെ ഇതിൻ്റെ കുട്ടികൾ ഇവിടെ പറപ്പിക്കാനാണ് എടുത്തത്. ഇതിൻ്റെ ആണ് വരുന്നത് കത്തങ്ങനെയാണ്. ആണ് വരുന്നത് കത്തങ്ങനെയാണ്. കത്തങ്ങ നല്ല ആക്റ്റീവ് ഉള്ള പ്രാവാണ്. കാണിച്ചു തരാം. ഇതിൻ്റെ കുറുകളൊക്കെ നല്ലതാണ്. ഇത് എനിക്ക് ഒറ്റ ഇഷ്ടമുള്ള കൊടുത്ത പ്രാവ് ഇതാണ്, ഈ ജോഡി. അതുകൊണ്ട് ഇതിനെ നമ്മൾ അത്ര ഈ തന്നെയാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുട്ടയിട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ അവിടെ മുട്ടയിട്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ആക്റ്റീവ് കാണിച്ചു തരാം. ഇവിടെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പ്രാവാണ്. ആ, പിന്നെ വരുന്നത് നമ്മളൊരു ജോഡിയുടെ പിന്നൊരു പെൺപ്രാവുണ്ട്. അതിനെ നമുക്ക് കാണാം. ഇതാണ് അതിൽ വരുന്ന പെൺപ്രാവ്. ഇനി നമ്മളിപ്പം ഇത് കൊണ്ടുവന്ന പ്രാവാണ്. ഇനി നമ്മളിപ്പം ജോഡിയിടാൻ വെച്ചാണ് ഇതിൻ്റെ ചിറകൊക്കെ വെട്ടിയിട്ടാണുള്ളത്. ഇതും നല്ല കുട്ടികളുടെ റിസൾട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന പ്രാവാണ്. എന്നാൽ നമുക്ക് ഇത് ഇനി കൂട്ടിലേക്ക് ആക്കാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ പാച്ചുവിന് പ്രാവിനെ പറത്തേണ്ട സമയമായി. 5 മണിക്ക് അതിൻ്റെ ട്രെയിനിങ് സമയം. അപ്പോൾ നമുക്ക് പാച്ചു പ്രാവിനെ പറത്തുന്നത് കൂടി ഒന്ന് കാണാം. ഓക്കെ, നമുക്ക് പ്രാവിനെ പാർത്തിക്കാം. അത് തിരിച്ചു തരില്ല പോയിട്ട് എത്ര മണിക്ക്? ഇനി നിങ്ങൾ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു
അല്ല പാച്ചു, അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, അതിപ്പോൾ നിങ്ങൾ പറത്തി വിട്ട് അതങ്ങനെ പോയതുപോലെ എനിക്ക് തോന്നി. ഇനിയിപ്പോൾ എന്താ അത് ചെയ്യുക? തിരിച്ച് വരുമോ? നമുക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം പ്രാവിന് ലോങ് അടിക്കുക വെച്ചാൽ നല്ല ഹൈറ്റ് കയറി പൊട്ടുപോലെ പ്രാവ് പറക്കും. പിന്നെ അത് മാത്രമല്ല പ്രാവിന് ഏരൊക്കെ പ്രാവിരിക്കുള്ളൂ. അതുവരെ ഈ ആകാശം പ്രാവ് പറന്നുകൊണ്ടിരിക്കും. അതാണ് അതിനത് അറിയാം ഏരക്ക് തിരിച്ചു വരണമെന്നില്ല. അപ്പം തിരിച്ചു വരുന്നു, അത് അതിന്റെ ഫുഡ് കൊടുക്കുന്ന സമയത്താ ഏര. അതുകൊണ്ട് അത് കൃത്യസമയത്ത് തിരിച്ചു വരും. അല്ല അങ്ങ് ഇപ്പം കാണുന്നുണ്ട് അത് പറന്നു പോകുന്നത്, റൗണ്ട് അടിക്കുന്ന കാണാം. വേണ്ട അടുക്ക് അതിപ്പം വരും. അപ്പോൾ വേറെ പുറത്തൊന്നും ദൂരമൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ എങ്ങനെ റൗണ്ട്? ചില സമയത്ത് ലോങ്ങിലേക്ക് അടിക്കാറുണ്ട്. പറന്നു പോകുന്നില്ലേ മേലെപ്പോയിട്ട്? അത് ഏകദേശം അറിയാലോ ഈ സ്ഥലം. അതതിൻ്റെ തൂക്കം തന്നെ കളിക്കുള്ളൂ. അതിൻ്റെ തൂക്കി ഇതാണ് അതിനറിയാം. നമ്മൾ എല്ലാത്തിനും എല്ലാ സഹായത്തിനും എല്ലാ ട്രെയിനിങ്ങിനും എല്ലാം പറഞ്ഞത് എനിക്ക് എല്ലാവരെയും കേട്ടോ ഒറ്റ എനിക്ക് ബന്ധപ്പെട്ട രണ്ടാളുണ്ട്. അതുപോലെ പേര് അതിൽ ഉൾപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. അതുപോലെ പേര് വരുന്നത് യാഷു ഷാരു എന്നാണ്. ഒരാട്ടെ പ്ലസ് ടുവിലാണ്, ഒന്ന് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ കോളേജിലേക്ക് പോകാൻ പഠിക്കുന്ന ഏട്ടനാണ്. ഇവർ രണ്ടാളാണ് എനിക്ക് പ്രാവിനെ എടുത്തിരുന്നത്. പ്രാവിനെ ടൂർണമെൻറ്റിനൊക്കെ ട്രെയിൻ ചെയ്യുന്നത് എല്ലാവരാണ് പറഞ്ഞത്. അവരുടെ സപ്പോർട്ട് എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാന്ന് വെച്ചാൽ, ഇവിടെ നമ്മളെ മൃഗങ്ങളൊക്കെ പെട്ടുന്നാൽ കൂടുതലും മൃഗങ്ങളെ നല്ലോണം നോക്കണം. പിന്നെ പറവപ്രാനാർക്കെങ്കിലും പോറ്റാനെ നിർബന്ധമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഉൾപ്പെടുത്തും. അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറയണേ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ എൻ്റെ അടുത്തുണ്ട്, അതിനെ കൊടുക്കുന്നതെന്ന് ഞാൻ പറയും. പിന്നെ നമ്മൾ മനുഷ്യരെ പോലെ തന്നെ നമ്മൾ മൃഗങ്ങളെയും പരിപാലിക്കണം. അത് ഭാവിയിൽ നിങ്ങൾക്കും ഗുണം കിട്ടും, എനിക്കും ഗുണം കിട്ടും. എനിക്ക് അത്രയും കൂടി പറയാനുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ പാച്ചു പറത്തിവിട്ട പ്രാവ് വളരെ ഉയരത്തിൽ ഇങ്ങനെ പറന്ന് കളിക്കുകയാണ്. അതിപ്പോൾ തിരിച്ചിറങ്ങാൻ വേണ്ടി ഏകദേശം വൈകുന്നേരം രാത്രി 7:30 മണിയാവും എന്നാണ് പാച്ചു പറഞ്ഞത്. അതിന് ടൈമിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ അതും കൂടി കാണിക്കുന്ന ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഇത് തിരിച്ചിറങ്ങിയില്ലെങ്കിൽ വേറൊരു ട്രിക്കിലൂടെ ഇതിനെ തിരിച്ചിറക്കുന്ന ഒരു വിദ്യ കൂടി പാച്ചു പറഞ്ഞ് തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ഇതിൻ്റെ 2ാം ഭാഗം ഉടൻ തന്നെ നമുക്ക് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അതിലൂടെ നമുക്ക് ഇതിപ്പോൾ ഇറങ്ങി വന്നില്ലെങ്കിൽ ഏത് രീതിയിൽ വേറൊരു പ്രാവിനെ കാണിച്ചു കൊണ്ടാണ് അതിനെ തിരിച്ചെടുക്കുന്ന ട്രിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.